നേരത്തെ ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള 2019 നവംബറിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ അയോധ്യയിലും സമീപ പ്രദേശങ്ങളിലും BJP നേതാക്കളുടെ മക്കൾ അടക്കമുള്ള ഉന്നതർ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിക്കൂട്ടിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അരുണാചൽ പ്രദേശ് ഉപമുഖ്യമന്ത്രിയുടെ മക്കൾ മുതൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ, കോർപ്പറേറ്റ് കുത്തകകൾ ഇവരെല്ലാം അയോധ്യയിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അയോധ്യയ്ക്ക് 15 കിലോമീറ്റർ ചുറ്റളവിൽ 2500 ഭൂമി കൈമാറ്റ രജിസ്ട്രേഷനുകൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇവരിൽ പലരും തങ്ങൾ വാങ്ങിയ ഭൂമി വലിയ വിലയ്ക്ക് മറിച്ചു വിറ്റ് നല്ല രീതിയിലുള്ള ലാഭവും നേടിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJPക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്നിരുന്നു. ഇന്ത്യ മുന്നണിയാണ് അവിടെ ജയിച്ചു കയറിയത്. ഇതിന് പിന്നാലെ ദ ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ അന്വേഷണത്തിലാണ് BJPയുമായി ബന്ധമുള്ളവർ ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതിൻ്റെയും അത് വലിയ ലാഭത്തിൽ മറിച്ചു വിറ്റതിൻ്റെയും വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. രാമക്ഷേത്രത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെ സരയൂ നദിക്കരയിൽ 2022 സെപ്റ്റംബറിനും 2023 സെപ്റ്റംബറിനും ഇടയിൽ 3.99 ഹെക്ടർ ഭൂമി വാങ്ങിയതായി രേഖകൾ പറയുന്നുണ്ട്. 3.72 കോടി രൂപക്കാണ് ഇവർ സ്ഥലം കൈവശപ്പെടുത്തിയത്. ഇതിൽ കുറച്ച് ഭൂമി 98 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 സെപ്റ്റംബറിൽ അദാനി ഗ്രൂപ്പ് ക്ഷേത്രത്തിൽ നിന്നും 6 കിലോമീറ്റർ അകലെ 1.4 ഹെക്ടർ കൃഷിഭൂമി വാങ്ങിയിരുന്നു. മഹാരാഷ്ട്ര മന്ത്രി മംഗൾ പ്രഭാത് ലോധയുടെ മകൻ്റെ പേരിലുള്ള HOAB കമ്പനി 2021 ജൂണിനും 24 മാർച്ചിനും ഇടയിൽ 17 ഹെക്ടർ ഭൂമിയും ഇവിടെ വാങ്ങിയിരുന്നു. ഇതുകൂടാതെ 12,693 സ്ക്വയർ മീറ്റർ പാർപ്പിട ഭൂമിയും അവർ വാങ്ങിയിരുന്നു. ആകെ 105.39 കോടി രൂപയുടെ ഭൂമി ഇടപാടാണ് ഇവർ മാത്രം അവിടെ നടത്തിയത്. വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയും മുൻ MPയും BJP നേതാവുമായ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ കുടുംബവും ഇവിടെ ഭൂമി വാങ്ങിയിട്ടുണ്ട്. ബ്രിജ്ഭൂഷണിൻ്റെ മകൻ്റെ ഉടമസ്ഥയിലുള്ള നന്ദിനി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി അയോധ്യയ്ക്ക് സമീപം മഹേശ്വർപൂരിൽ 2023 ജനുവരിയിൽ 1.25 കോടി രൂപയുടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. 0.97 ഹെക്ടറാണ് ഇവർ വാങ്ങിയത്. 6 മാസത്തിന് ശേഷം ഇതിൽ 635 സ്ക്വയർ മീറ്റർ ഭൂമി 70 ലക്ഷത്തിന് വിൽപ്പന നടത്തുകയും ചെയ്തു. ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അഡീഷണൽ DGP അമിതാഭ് യാഷ് IPSൻ്റെ അമ്മയുടെ പേരിലും ഇവിടെ ഭൂമി ഇടപാട് നടന്നിട്ടുണ്ട്. 2022 ഫെബ്രുവരിക്കും 24 ഫെബ്രുവരിക്കും ഇടയിൽ മഹേശ്വർപൂർ, ദുർഗാഗഞ്ച്, യദുവംശപൂർ എന്നിവിടങ്ങളിൽ നിന്നായി 9.95 ഹെക്ടർ ഭൂമിയാണ് ഇവർ വാങ്ങിയത്. രാമക്ഷേത്രത്തിൽ നിന്നും 8 മുതൽ 13 കിലോമീറ്റർ വരെ ചുറ്റളവുള്ള പ്രദേശങ്ങളാണിത്. ഇതിൽ 1/2 ഹെക്ടർ ഭൂമി 20 ലക്ഷത്തിന് മറിച്ചു വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. MLAമാരും MPമാരും മാത്രമല്ല, BJPയുടെ പഞ്ചായത്ത് നേതാക്കൾ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയവരുടെ പട്ടികയിൽപ്പെടുന്നു. ഉത്തർപ്രദേശ് BJP MLA അജയ് സിംഗിൻ്റെ സഹോദരൻ കൃഷ്ണകുമാർ സിംഗ്, ഗോസായിഗഞ്ച് നഗർ പഞ്ചായത്ത് BJP നേതാവ് വിജയലക്ഷ്മി ജയ്സ്വാൾ, അമേഠി ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ രാജേഷ് അഗ്രഹാരി എന്നിവരടക്കം നൂറുകണക്കിന് രാഷ്ട്രീയക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ ഭൂമി വാങ്ങുകയും വിൽപ്പന നടത്തുകയും ചെയ്തുവെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. രാമനെ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം BJPക്ക് കൊയ്യാനായില്ലെങ്കിലും ഭൂമി ഇടപാടിലൂടെ നേട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് BJP നേതാക്കളും കുടുംബവും.